ഒക്ടോബർ 1 ലിസ്യുവിലെ വിശുദ്ധ ത്രേസ്യ. വേദപാരംഗത 1873 മുതൽ 1897 വരെ കാലഘട്ടം. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ 1873 ജനുവരി 2 ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു. പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ള ഒരു പട്ടുവ്യാപാരി ആയിരുന്നതുകൊണ്ട് മരിയ, പൗളി, ലെയോണി, സെലിൻ, തെരേസ എന്നീ 5 പെൺകുട്ടികളും ഡാൻസിലും പ്രേമവ്യാപാരങ്ങളിലും മുഴുകി ലൗകികായാധികരായി മാറാമായിരുന്നു. എന്നാൽ 4 പേർ കർമ്മലിത്ത സഭയിലും ലെയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത്. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ സേലിഗ്വരിൻ മരിച്ചു. താമസിയാതെ മാർട്ടിൻ ലിസ്യുവിലേക്ക് മാറി താമസിച്ചു. 10 വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 1 മാസത്തോളം അവൾ രോഗിണിയായി കിടന്നു. 1883 മെയ് 13 പന്തക്കുസ്ത ദിവസം തെരേസയുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി. അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി. അന്ന് പ്രകടമായ ദൈവമാതൃസ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു. തെരേസ അപ്പച്ചൻ്റെ കൂടെ റോമായിൽ പോയി 13-ാം ലയോൺ മാർപ്പാപ്പയോട് 15-ാം വയസ്സിൽ കർമ്മലിത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം ചോദിച്ചു. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥനായ മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു. 1889 ജനുവരി 10 അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8 പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു. അപ്പോഴേക്ക് പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപെട്ട് കയേൻ ആശുപത്രിയിൽ കിടപ്പിലായി. 1893 മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 24 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു. ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും മഠാധിപയായ ഗോൺസാഗാമയുടെയും ആജ്ഞാനുസാരം ആത്മകഥ എഴുതി. തെരേസയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദര ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ സുലളിതമായ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്നു. നവമാലിക എന്ന അവളുടെ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരവും അന്തിമ വചസ്സുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠമായ സ്ഥാനം നേടിയിട്ടുണ്ട്. 1925 മെയ് 17 വിശുദ്ധയുടെ ചരമത്തിൻ്റെ 28-ാം വർഷം അവളുടെ 4 സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ 11-ാം പിയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് 10-ാം പിയൂസ് മാർപ്പാപ്പ കൊച്ചു ത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ആഗോള മിഷണറിയാകാൻ ആഗ്രഹിച്ച തെരേസയെ 1928 11-ാം പിയൂസ് മാർപ്പാപ്പ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവളുടെ അഭീഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറി. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ 1997 വേദപാരംഗതയായി പ്രഖ്യാപിച്ചു. വചനം 1 തിമോത്തിയോസ് 4-3 അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണസാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. ഈ ഭക്ഷണസാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യമറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ്. വിചിന്തനം. നാം ഇന്നും കേട്ട വചനം 1 തിമോത്തിയോസ് 4-ാം 1-2 വാക്യങ്ങൾ കൂടി ഇന്നത്തെ വചനവുമായി ആസ്പദമാണ്. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം.
തുടർന്ന് പറയുകയാണ്, വിവാഹം പാടില്ല, ഏതു തരം ആഹാരവും എല്ലാവർക്കും കഴിക്കാൻ പാടുള്ളതല്ല. നാം ഇന്ന് കാണുന്ന ഈ സമൂഹത്തെക്കുറിച്ച് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെയുള്ളവരുടെ മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസം അവരുടെ ബാല്യത്തിൽ ദൈവത്തെ എത്രമാത്രം ശക്തമായി ആഴമായി അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിച്ചുവെന്നത്.